എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അവിയൽ തയ്യാറാക്കാം. വെള്ള അവിയലാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് പാലക്കാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. നമ്മളൊക്കെ സാധാരണ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ലേ അവിയൽ ഉണ്ടാക്കുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് പച്ചക്കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പച്ചക്കറികൾ മാത്രം ചേർത്താണ് ഇത് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് നോക്കാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, ഒരു പച്ചക്കായയും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്, പിന്നെ 5-10 ബീൻസും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നീളത്തിൽ ഒരേപോലെയാണ് മുറിച്ചിട്ടത്. ഇനി നമുക്കൊരു ചട്ടി കഴുകിയിട്ട് അതിലേക്ക് മുറിച്ചിട്ട എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമാണ് എടുത്തത്. ചിലരൊക്കെ വഴുതനയൊക്കെ ഇട്ട് അവിയൽ ഉണ്ടാക്കുന്നത് കാണാം, പക്ഷേ ഞാൻ വഴുതനയൊന്നും ഉപയോഗിക്കാറില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ പച്ചക്കറീൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വേവാൻ ആവശ്യമായ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ അടിഭാഗത്തുള്ളതൊന്ന് മേലോട്ടാക്കി മേലുള്ളതൊന്ന് അടിയിലേക്ക് ആക്കി ഒന്ന് ഇളക്കി അമർത്തി വെച്ച് മൂടി വെക്കുന്നുണ്ട്. ഇത് വേകുമ്പോഴേക്ക് നമുക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാൻ 1 കപ്പ് തേങ്ങയിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, 3 പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകരുത്, ഇതേ രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഈ ചതച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചക്കറി കഷ്ണമൊക്കെ ഈ തേങ്ങയുടെ മുകളിലേക്ക് ആക്കി കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തേങ്ങ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കണം. ഇത് ഞാനിവിടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അധികം പുളിപ്പില്ലാത്ത തൈര് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇതിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ വെള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. സദ്യക്കൊക്കെ സാധാരണ എല്ലാവരും മഞ്ഞ അവിയലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഈ ഓണത്തിന് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.